ചേതന FM 90.8 ഇനി കേൾക്കാം പിങ്ക് ഡയറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ആര്യ. ടെക്നിക്കൽ സപ്പോർട്ട് അജയ് ഷാജി. നമസ്കാരം. ചേതന FM 90.8 എല്ലാവർക്കും സ്വാഗതം. പിങ്ക് ഡയറീസിൽ ഞാൻ ആര്യയാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ്. ലൈറ ബുട്ടീക്കിൻ്റെ ഓണറായിട്ടുള്ള അഞ്ജലി. ശിശി, വെൽക്കം ടു പിങ്ക് ഡയറീസ്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? ഇപ്പോൾ നൈസായിട്ട് പോകുന്നുണ്ട്. പഴയതിനെ വെച്ചിട്ട് വളരെ നല്ലോണം പോകുന്നുണ്ട്. ഫസ്റ്റ്ലി ഞാൻ ശിശിയെ നോട്ട് ചെയ്യുന്നത് വീഡിയോസ് കണ്ടിട്ടാണ്, വ്ളോഗ്സ് കണ്ടിട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് കുറേ കോഴ്സസ് പഠിച്ചിട്ടുണ്ട്, ജോലിയൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ അവിടെ ഒന്നും സെറ്റായില്ല. നേരെ നമ്മൾ ബിസിനസ്സിലേക്ക് വന്നു. ശരിക്കും എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് എത്തിയപ്പം ആ ഒരു ഹാപ്പിനെസ് അല്ലെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ വേ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വഴി എന്ന് മനസ്സിലായത് എപ്പോഴാണ്? ഞാൻ എൻ്റെ മാരേജിന് മുൻപും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല. മെയിനായിട്ട് ഒരു ബുട്ടിക്ക് നടത്തുന്ന ഓണറിന് ബേസിക് സ്റ്റിച്ചിങ്ങിൽ അറിയേണ്ടതാണ്. പക്ഷേ എനിക്കതറിയില്ല. എനിക്ക് ഡിസൈനിങ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഡിസൈനിങ് മാത്രം വെച്ച് ഫുള്ളായിട്ട് ഒരെണ്ണം നടത്തിക്കൊണ്ടുപോകാൻ പോസിബിൾ അല്ല. സോ ഞാനത് മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലും PSC പഠിച്ച് ജോലി അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അത് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിരുന്നു. പക്ഷേ PSC പഠിച്ചിട്ടും വേറെ കുറേ കോഴ്സുകൾ ചെയ്തിട്ടും എനിക്കതിലൊന്നും സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ എവിടെ ഞാൻ തുടങ്ങി വെച്ചോ അതിൽ തന്നെ പിന്നെയും തിരിച്ചു വന്നു. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മളെ ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലയൻറ്റ് ഇതിട്ടിട്ട് അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും അത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന കോംപ്ലിമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഒരു ഊർജ്ജം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്കല്ലാതെ ചിലപ്പോൾ ഒരു PSC എഴുതിയ ഒരു ജോലി കിട്ടി, ഞാൻ അവിടെ പോയി ഇരുന്ന് എഴുതി കുത്തിവെച്ചിട്ട് വൈകിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ആ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് കഴിയും എനിക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്നല്ലോ എന്നൊരു സാധനത്തിൽ. ഒരു 9 to 5 ജോബിനെക്കാട്ടിലും കൂടുതൽ ഒരു ഹാപ്പിനെസ്സും ഈ പറയുന്ന പോലെ എക്സ്ട്രസിയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബുട്ടീക്കിലേക്ക് വന്നപ്പോഴായിരുന്നു. പക്ഷേ ഒരു 9-5 ജോബിനെ കഴിയും എനിക്ക് തോന്നുന്നു 9-5 ജോബ് ആവുമ്പോഴത്തേക്കും നമുക്കൊരു 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി. ഇത് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ മുതൽ ഞാൻ ജോലി ചെയ്യണം. കണ്ണ് അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഞാൻ ആ ജോലി നിർത്തുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ എനിക്കിഷ്ടമാണ്, എൻജോയ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഇപ്പോൾ പറഞ്ഞു ആദ്യമേ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു, ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പോലെ വേറെ കോഴ്സസ് ഒക്കെ ചെയ്തതും PSC ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതും അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഡിസൈനിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ശരിക്കും ഡിസൈനിങ് എന്നുള്ളൊരു കോഴ്സായിട്ട് ചേച്ചി പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. അടിപൊളി. ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പം ഞാനൊരു ഡ്രസ്സ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും, എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഡ്രസ്സുകൾ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ മാക്സിമം നോക്കും ഉറപ്പായിട്ടും. അപ്പം ആ ഒരു ഇത് തന്നെയാണ് ഞാൻ ക്ലയൻറ്റിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഞാൻ അത്യാവശ്യം ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ എന്നോട് ഒരുപാട് പേര് കോംപ്ലിമെന്റ്സ് തരാറുണ്ട്. നല്ല ഡ്രസ്സാണ്, അത് എങ്ങനെ ചെയ്തതാണ്, എവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ തന്നെ ഡിസൈൻ ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് കൊള്ളാം, ഇത് ബാക്കിയുള്ളവർ കൂടി ഷെയർ ചെയ്താൽ എന്താണ് എന്നൊരു പ്രോസസ്സിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു ഐഡിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെയൊക്കെ പോയി എനിക്കൊരു ബുക്കിൽ നിന്ന് കിട്ടുന്നതിനെക്കാളും എനിക്ക് ഞാൻ എല്ലായിടവും കണ്ടതും ആയിട്ടുള്ള ഒരു പാഷന്റെ പുറത്ത് അത് ഞാൻ ഇതിൽ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശിശി, ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ബൊട്ടീക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ക്ലിനിക് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അവിടേക്ക് ഒരു ഫ്രഷർ ആയിട്ടുള്ള ചേച്ചി എത്തുകയാണ്. ശരിക്കും എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്തതും ഈ ഒരു ഇത്രയും വരെ എത്തിയതും എങ്ങനെയാണ്? സ്ട്രഗ്ലിംഗ് എന്ന് വെച്ചാൽ നല്ല സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഷോപ്പിനടുക്ക് തന്നെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന പല ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ അവിടെ പിടിച്ച് നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ യുണീക്കായിരിക്കണം, പിന്നെ അവർക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് കൊടുക്കണം, കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇത് മൂന്നും എന്നെ കൊണ്ട് പറ്റി എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത്. എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലയൻസ് ഉണ്ട്, പുറത്തുനിന്ന് ക്ലയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നാട്ടിലെക്കാളും കൂടുതൽ എനിക്ക് പുറത്തുനിന്നാണ് ക്ലയൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടാണ് കൂടുതലും വരുന്നത്. കൊണ്ട് തന്നെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പകുതി വഴിക്ക് ഇത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നേനെ. ഓക്കെ. ഇപ്പോൾ കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ചേച്ചി ഇപ്പോൾ
ആ ഒരു സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബിസിനസ്. ശരിക്കും അങ്ങനെ ഒരു ഗ്രാമത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് മൈൻഡിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും, അല്ലെങ്കിൽ സിറ്റി പോലത്തെ ഒരു പ്ലേസിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ആ ഒരു ബിസിനസ്സിനെ നമ്മൾ അങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്ത് പറ്റി അവിടെ തന്നെ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മാക്സിമം ഫണ്ട് ഇറക്കാതെ മിനിമം ഫണ്ട് യൂസ് ചെയ്ത് നമുക്ക് മാക്സിമം എന്ത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കുക. ഞാൻ ഇപ്പോൾ എൻ്റെ വീട് മരുതൂർക്കുളങ്ങരയാണ്, അതുകൊണ്ട് ഞാൻ അവിടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിലുപരി ഞാൻ ഈ സെയിം സാധനം കരുനാഗപ്പള്ളിയിലാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഷോപ്പിന് റെന്റ് കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുന്നതാണെങ്കിലും വലിയൊരു എമൗണ്ട് അവിടെ ചിലവാക്കേണ്ടി വന്നേ. പക്ഷേ കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഫണ്ട് കുറച്ച് അതിന് മതിയാവും. പിന്നല്ലാതെ എനിക്ക് ആ റെന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുന്ന പേയ്മെന്റിനൂടി ഇവിടത്തേക്ക് പർച്ചേസ് ചെയ്യാം. പിന്നീട് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നതിലുപരി നമ്മൾ കൊടുക്കുന്ന പ്രോഡക്ട്സ് നല്ലതായിരിക്കണം, നമ്മുടെ മാർക്കറ്റിംഗ് നല്ലതായിരിക്കണം. ഇപ്പോൾ കൂടുതലും ഓൺലൈൻ ത്രൂ ആണ് നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നത്. അപ്പോൾ ഒരു വലിയ ഏരിയ നോക്കുന്നതിനേക്കാളും ചെറിയ സ്ഥലത്താണെങ്കിലും നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാന്ന് മാത്രമേ ഞാൻ അന്നേരം ചിന്തിച്ചിട്ടുള്ളൂ. ഒരു മിനിമം ബഡ്ജറ്റില് മാക്സിമം പ്രൊഡക്റ്റ് എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഒരു പക്ഷേ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ആ ഒരു ചിന്തയാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഫണ്ട് ഏറ്റവും കുറച്ച് ചിലവാക്കാൻ നോക്കുക. ഇപ്പം ചേച്ചി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ ഒരു റൂട്ടുള്ള ഈ പറയുന്ന പോലെ ഒരു ബൊട്ടീക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ഒരു ഫ്രഷർ എന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ട്രഗിൾസ് വേറെ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ നെഗറ്റീവ്സും അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ അനുഭവങ്ങൾ വല്ലതുണ്ടോ? അത് മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇനാഗുറേറ്റ് ചെയ്തതിൻ്റെ അന്ന് തന്നെ എന്നോട് വന്നിട്ട് കുറച്ചധികം പേര് സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഷോപ്പ് അടുത്ത് കിടക്കുമ്പോൾ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു, വേറെ പണിയൊന്നുമില്ലേ, ഇത് ഉടനെ തന്നെ പൂട്ടും. അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ തുടങ്ങിയതിൻ്റെ അന്ന് തന്നെ അത് പൂട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത് ഏറ്റവും വൃത്തികെട്ട ഒരു സ്റ്റേജാണെന്ന് ഞാനത് പറയും. കാരണം എന്നെ അറിയാവുന്നവരാണ് ഏറ്റവും കൂടുതൽ എന്നോട് വന്ന് പറഞ്ഞത്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നോ ഇവിടെ കൊണ്ടുവിടാൻ, അത്രയും വലിയൊരു ഷോപ്പുള്ളപ്പോൾ ഇതൊരിക്കലും പച്ച പിടിക്കാൻ പോകുന്നില്ല. അത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ ഫാമിലിയിൽ വരെ പോയി ഇത് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു, അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒന്നാമത് എനിക്കിങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ബിസിനസ് ചെയ്തിട്ടില്ല, കൂടുതലും ഗവൺമെൻറ് ജോലിക്കാരാണ്. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ളത് നോക്കുമ്പോൾ അമ്മയ്ക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ആരെങ്കിലും ഇപ്പോൾ ഫാമിലിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു തീരുമാനത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര്, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് എന്നോട് ഇപ്പോഴും ഷോപ്പിലൊക്കെ വന്നിട്ട് ഇപ്പം എനിക്ക് മോശമില്ലാത്ത രീതിയിൽ അവിടെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് എന്നോട് പറയുന്നുണ്ട് PSC എഴുതണം, ജോലി മേടിക്കണം, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഇതിട്ടത്, എനിക്ക് ഇതിനെ വളർത്തണം, ഇത് വലുതാക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ ഇനി തിരിച്ചൊരു പോക്കില്ല, PSCയിലോട്ടൊരു തിരിച്ചു പോക്കില്ല. ഇനി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്രയും നെഗറ്റീവ്സ് നമ്മൾ കേട്ടു, ഇപ്പം ഈവൻ ഫാമിലിയിൽ നിന്ന് വരെ നമ്മൾ കേട്ടു. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അച്ഛന് ഒക്കെ ടെൻഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെയും എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ്സ് നമ്മുടെ ചുറ്റും നിന്ന് ഇത്രയും നെഗറ്റീവ്സ് നമ്മൾ കേട്ടതും ആ ഒരൊറ്റ തീരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാനായി നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ബാക്കി എന്ത് ചെയ്താലും എനിക്ക് അത്ര അറിവുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് എനിക്കറിയാം, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും എന്ന് എനിക്ക് 100 അല്ല 110% ഉറപ്പുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ധൈര്യത്തിൽ നിൽക്കാം. ഒരു പോയിന്റിൽ ഞാനൊന്ന് വീണ് പോയാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്. വീണ് പോയാൽ ഇവരെന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് എന്നെ എന്ത് പറഞ്ഞാലും ലാസ്റ്റ് ഈ 2 ടീമും എൻ്റെ കൂടെ കാണും. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിരുന്നു, ചെയ്യാം, പുറകോട്ട് പോകേണ്ട കാര്യമില്ല. ഓക്കെ, ഇത്രയും നെഗറ്റീവ്സ് കേട്ടപ്പോൾ ഒരു സൈഡിൽ നിന്ന് എന്തായാലും നമുക്കൊരു സാറില്ല അഞ്ജലി പൊക്കോ, മുന്നോട്ടേക്ക് പൊക്കോ, ഞാൻ ഉണ്ടാകും കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ സിസ്റ്റർ, ഈ 2 പേരും എനിക്ക് തോന്നുന്നു ഞാനൊരു സ്റ്റേജിൽ എനിക്ക് സാലറി കൊടുക്കാൻ ഇതില്ലാതെ വന്ന സമയത്ത് എൻ്റെ അനിയത്തിയാണ് അവളുടെ സാലറി കിട്ടുന്നത് എനിക്ക് തരും. എന്നിട്ട് ഞാൻ അതാണ് റൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് A to Z കാര്യങ്ങൾ, അതായത് ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇത് ഇപ്പോൾ വരെയും, ഇന്ന് ഞങ്ങൾ പുതിയൊരു മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ വരെയും ആ ഹസ്ബൻഡാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. പിന്നെ മെയിൻലി 2 പേരെ കൂടി പറയണം, എൻ്റെ
അമ്മയും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് അൺപെയ്ഡ് സ്റ്റാഫാണ്. ഈ 2 പേരും എനിക്ക് വേണ്ടി നല്ല വൃത്തിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഞാൻ 1 രൂപ ഇവർക്ക് 2 പേർക്കും കൊടുക്കുന്നില്ല. പക്ഷേ എന്തെങ്കിലും പർച്ചേസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഷോപ്പിലെ കണക്കും കാര്യങ്ങളും ഫുള്ള് നോക്കുന്നത് എൻ്റെ അമ്മയാണ്. കാരണം എനിക്ക് കുറച്ച് വിശാല മനസ്കത കൂടിയുണ്ട്. ക്ലയൻസ് ആരും പൈസ തരൂലായിരുന്നു. ഞാൻ എല്ലാവർക്കും സാധനം കൊടുത്തു വിടും, പിന്നെ കൊണ്ടുവന്നത്. പക്ഷെ അവർ പിന്നെ അവർ കൊണ്ടുവരാതായപ്പോഴാണ് ഞാൻ ഈ റോള് ചെയ്യേണ്ട ഒരു ഇത് വന്നത്. പക്ഷെ ഇപ്പം അമ്മ കണക്കും കാര്യങ്ങളും നോക്കിയപ്പോഴത്തേക്കും അത് പക്കായി, കട സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ 3-4 പേര് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു വളർച്ച നമ്മൾ കണ്ടു, ഒരു ഗ്രോത്ത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കാര്യം തുടങ്ങി വെക്കുമ്പോൾ അതിലൊരു ഗ്രോത്ത് നമുക്കുണ്ടാവും. ഇപ്പോൾ ശേഷി ആ ഒരു സ്റ്റേജിലാണ്, അതിങ്ങനെ വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ട് പോകുന്നൊരു സ്റ്റേജിലാണ്. സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ നമ്മൾ കുറേ സ്ട്രഗിൾസൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ശരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ആദ്യം ഫസ്റ്റ്ലി നമ്മൾ ഓർത്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു കമൻസ് ഉണ്ടായിരിക്കും, ഒരു മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും, നമ്മൾ ഭയങ്കര ഹാപ്പി ആക്കിയിട്ടുള്ള ഒരു മൊമെൻറ്റ്. അങ്ങനെ ഒരു മൊമെൻറ്റ് ശേഷിക്കണ്ട? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഓൺലൈൻ ബൊട്ടീക്കെന്നുമായിട്ടല്ല, ഞാൻ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഡ്രസ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടൊരു പേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വെബ്സൈറ്റ് സെറ്റ് ചെയ്ത് അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ എനിക്കൊരു ബ്രൈഡ് വന്നു. എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഒരു ബ്രൈഡൽ വർക്ക് ഇത്രയും ചെയ്തതിന് പിന്നിൽ ആ ഒരാളാണ്. എന്നെ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ ഏതോ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നതാണ്. കക്ഷിയാണ് എന്നെ ട്രസ്റ്റ് ചെയ്ത് ആദ്യമായിട്ടൊരു വെഡ്ഡിങ് വർക്ക് ഏൽപ്പിക്കുന്നത്. ചേച്ചി ചെയ്ത് തന്നാൽ മതി എന്നും പറഞ്ഞു. എനിക്കിപ്പോഴും അറിയത്തില്ല അത് എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് എന്നെ കൊണ്ടേൽപ്പിച്ചിരുന്നത്. പക്ഷെ അന്ന് തുടങ്ങിയത് അതിൻ്റെ വെഡ്ഡിങ് വർക്ക് വഴിയാണ് എനിക്ക് പിന്നീടുള്ള വർക്കെല്ലാം വന്നതും എനിക്ക് ഇത്രയും കസ്റ്റമേഴ്സിനെ കിട്ടിയതും. സോ എനിക്ക് അതിനോട് ഭയങ്കര താങ്ക്സ്. അതിൻ്റെ അന്നേരത്തെ ആ ഒരു മൊമെൻറ്റിലാണ് ഞാൻ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നത്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ നമ്മൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരാളായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ബൊട്ടീക്കാണ്. ഇപ്പോൾ ചേച്ചി പറഞ്ഞു ഓൺലൈൻ ബൊട്ടീക്ക് പോലെ ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറ്റി അങ്ങനെ ഒരു അതിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നുള്ള ഒരു കാരണം എന്തായിരുന്നു? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഓൺലൈൻ ക്ലയൻറ്റ്സ് ഇല്ലായിരുന്നു. സീരിയസ്ലി എൻ്റെ ആദ്യത്തെ 1.5 കൊല്ലം ആദ്യത്തെ 1 കൊല്ലം എനിക്ക് ഓൺലൈൻ ക്ലയൻറ്റ്സേ ഇല്ലായിരുന്നു. ഞാൻ ശരിക്കും കരഞ്ഞ സിറ്റുവേഷനൊക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി ആദ്യത്തെ 1 കൊല്ലം എനിക്ക് ഓഫ്ലൈനിൽ വരുന്ന ക്ലയൻറ്റ്സ് മാത്രമേ ഉള്ളൂ, എനിക്ക് ഓൺലൈനിൽ ക്ലയൻറ്റ്സ് ഇല്ല. അതായിരുന്നു സത്യം. മേ ബി എൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം, അങ്ങനെ കാര്യമായിരിക്കും. ഞാനിവിടെ ഒരു ഷോപ്പ് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ പലർക്കും അറിയത്തില്ലായിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കും ഇവിടെ എന്താ ചെയ്യുന്നത് അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു. കഴിഞ്ഞൊരു 6 മാസത്തിൽ താഴെയായിട്ടുള്ളൂ ഞാനൊന്ന് അതിനെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേജിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. പക്ഷേ ഈ കൊല്ലം ഒരു കൊല്ലം നമ്മൾ വർക്ക് ചെയ്തില്ലെന്നല്ല, നമ്മൾ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് വരുന്ന ക്ലയൻറ്റ്സ് എല്ലാം ഞാൻ ചെയ്തു കൊടുത്ത വർക്ക്സ് കണ്ടിട്ട് അല്ലെങ്കിൽ ആ ബ്രൈഡ്സ് പറഞ്ഞിട്ട് വരുന്ന ക്ലയൻറ്റ്സ് ആണ്, അല്ലാതെ ഓൺലൈൻ ത്രൂ വന്നതൊന്നുമല്ല. പക്ഷേ ഈ കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ചെയ്യുന്നത് പേജിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ട് ഇപ്പോൾ കഴിഞ്ഞ 6 മാസം കൊണ്ട് വരുന്നതെല്ലാം ഓൺലൈൻ കസ്റ്റമേഴ്സാണ്. എനിക്ക് ഓഫ്ലൈൻ കസ്റ്റമേഴ്സിനെ കഴി ഇപ്പോൾ ഓൺലൈൻ കസ്റ്റമേഴ്സാണ് കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിന് ഞാനെടുത്ത തീരുമാനമല്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫാമിലിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 4 പേരെ പറഞ്ഞു. ഹസ്ബൻഡ് ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, അമ്മ ഉണ്ടെന്ന് പറഞ്ഞു. ബാക്കിയില്ല ഇപ്പോൾ നമ്മൾ ആ തുടക്ക സമയത്ത് നമ്മൾ കുറേ നെഗറ്റീവ്സ് കേട്ടിട്ടുണ്ടല്ലോ, അവരോടൊക്കെ ഇപ്പോൾ എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ കമൻസ് ഒക്കെ എങ്ങനെയാണ്? നിന്നെ കൊണ്ടൊന്നും പറ്റുമെന്ന് ഞങ്ങൾക്ക് അന്നേ അറിയാമായിരുന്നു. ഞാൻ എനിക്കറിയാം മനുഷ്യർക്ക് ഇങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കണം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ചില മനുഷ്യർ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കറിയില്ല. അവരിപ്പോൾ സപ്പോർട്ടാണ്, ഇപ്പം എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പം പറ്റും, എന്നെക്കൊണ്ട് പറ്റും, ഇത് വലുതാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നൊക്കെ. അവരോടുള്ള ചേച്ചിയുടെ സ്റ്റാൻഡ് എന്താണ് ഇപ്പോൾ? അങ്ങോട്ടേക്ക് എങ്ങനെയാണ്? അന്നും ഒരുപോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അതിപ്പോൾ അവരെന്തേലും പറയട്ടെ, അവരുടെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടം. നമ്മൾ അവരുടെ ലൈഫിൽ ഇടപെടാൻ പോകണ്ട, അതുപോലെ എൻ്റെ ലൈഫിൽ ഇടപെടാൻ വരണ്ടെന്നൊക്കെ ഞാൻ പറയും. പക്ഷെ അവർ കേൾക്കാറില്ല. അങ്ങനെ
എല്ലാവർക്കും ഓരോരുടേതായ താല്പര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ അങ്ങനെ പോവുക, ആരെയും ശല്യപ്പെടുത്താതിരിക്കുക പോവാന്നുള്ളതാണ് നിലവിലുള്ള ഒരു സ്റ്റാൻഡല്ലേ. ഒരു ബോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ വളരെ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഷോപ്പിനെ വളർത്തിയെടുക്കണം, പുതിയ പുതിയ ഐഡിയാസൊക്കെ വർക്കൗട്ട് ചെയ്യിക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ബൊട്ടീക്കായിട്ട് അതിനെ മാറ്റിയെടുക്കണം. ഇതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. കുറച്ച് പ്ലാനൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വർക്കൗട്ട് ചെയ്തെടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പണിയെടുക്കുക. ഓക്കെ. ഇപ്പോൾ തുടങ്ങിയ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിലും അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, ഫ്രണ്ട് എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ്, അവരോടൊക്കെ ഒരുപക്ഷെ ആ ഒരു സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സമയത്ത് ഒരു പിഗ്ഗി ബാക്കായിട്ട് നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരോട് മനസ്സ് തുറന്നൊരു താങ്ക്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നന്ദി പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ചേച്ചി പറയാൻ ഉദ്ദേശിക്കുന്നത്? നന്ദി പറയാൻ കുറേ മനുഷ്യരുണ്ട്. ഞാൻ അച്ഛനെയും തുടങ്ങാം. അച്ഛൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. അതായത് PWDന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളാണ്. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ 2 പെൺമക്കളെയും ഗവൺമെൻറ് ജോലിക്കാരായി കാണണമെന്നുള്ളത്. അതിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, അച്ഛനൊരു താല്പര്യമില്ലാത്ത മേഖലയിലോട്ടാണ് ഞാൻ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അച്ഛൻ ആദ്യം തീരെ താല്പര്യമില്ല. അച്ഛനെ അപ്പോഴും തന്നെ എക്സാമുകൾ എഴുതിക്കാനുള്ളൊരു ഇതൊക്കെയായിരുന്നു. പക്ഷെ ഞാൻ ഇതിലിറങ്ങി ഇത് തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ ശേഷം എന്നെ ഇപ്പോൾ അച്ഛനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛൻ എനിക്ക് അത്യാവശ്യം റോൾ ചെയ്യാനുള്ള ഫണ്ട് തരുന്നത് അച്ഛനാണ്. ബാക്കിയുള്ളവരുടെ മുന്നിലും അച്ഛൻ മോക്കിങ്ങനെ ഷോപ്പുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. പക്ഷേ അച്ഛനോടോ അമ്മയോടോ അനിയത്തിയോടോ ഹസ്ബൻഡിനോടോ ഈ 4 പേരോട് മെയിനായിട്ടും ഞാൻ ഇന്നുവരെയും അങ്ങനെ നന്ദി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മനുഷ്യർ തരുന്ന സപ്പോർട്ട് മാത്രമാണ് എനിക്ക് ഇത് റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഒരു പോസിറ്റീവ് എനർജി തരുന്നത് ഈ മനുഷ്യരൊക്കെയാണ്. വേറെ ആരും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറില്ല. അങ്ങനെ വേറെ ആരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാനും പറ്റൂല, വേറെ കാര്യം. എങ്കിലും ഒരു നന്ദിയായിട്ടൊക്കെ പറയാൻ എനിക്കറിയത്തില്ല. ചിലപ്പോൾ നന്ദി പറയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് കരയും. എനിക്ക് അങ്ങനെ ചില പാടുണ്ട്. എങ്കിലും ഈ ആൾക്കാരോടല്ല എനിക്ക് ഭയങ്കരമായ നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്, എൻ്റെ കൂടെ നിൽക്കുന്നതിന്, സ്ട്രഗിൾ ചെയ്യുമ്പോൾ എനിക്കൊരു കൈ തരുന്നതിനൊക്കെ. ഇതിനപ്പുറത്തോട്ട് ഞാൻ എന്താ എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം അവരെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ ഓർക്കുമ്പോൾ ആ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കരയിക്കും. ഓക്കെ. ഇപ്പോൾ ലയാറ ബുട്ടീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വളരെ റീസെൻ്റ്ലി തുടങ്ങിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീച്ചായി തുടങ്ങിയത് റീസെൻ്റ്ലി ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് ഇത്രയും സമയമെടുത്ത്? കാരണം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ബിസിനസ് നടക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ത്രൂ ആണ്. എന്താണ് ഇത്രയും ലേറ്റായിട്ട് ഇൻസ്റ്റഗ്രാമിലേക്ക് ചുവടുവയ്ക്കാനുള്ളൊരു കാരണം എന്താണ്? ഞാൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പേജ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുക എന്നായിരുന്നു ലക്ഷ്യം. ഞാനപ്പോൾ ആദ്യം മൈൻഡിൽ വെച്ചിരുന്നത് അതാണ്. അത് വെച്ചിട്ട് പേജ് ഇത് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പറഞ്ഞ പോലെ ആ ഒരു ബ്രൈഡ് വന്നിട്ട് എന്നെ വിശ്വസിച്ചൊരു ഇത് ഏൽപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മറ്റേതിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇത് വർക്കൗട്ട് ചെയ്താൽ ശരിയാവുന്നു. സോ ഞാൻ പിന്നെ വെഡ്ഡിങ് വർക്കിലോട്ട് മാറി. ഒരു കുർത്തി ബ്രാൻഡ് എന്നതിൽ മാറി വെഡ്ഡിങ് വർക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ പിന്നെ ആ വർക്കിലോട്ടായി. പിന്നെ കൂടുതലും വർക്കിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അന്നേരം എനിക്ക് പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മാർക്കറ്റിംഗ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാനിങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു. ഇങ്ങനെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നടക്കത്തില്ല എന്ന് എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണ് ബോധം വന്നെന്ന് പറയാം. അപ്പം പിന്നെ ഞാൻ തന്നെ ഇറങ്ങി തിരിച്ചാലേ ഇത് നടക്കുള്ളൂ എന്ന് മനസ്സിലായിട്ട് ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ട് തുടങ്ങി. മറ്റേ ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങനെ വന്ന് അതിൻ്റെ പുറത്താണ് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത്. 30 ദിവസം 30 വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ 10 വീഡിയോ താഴെ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളൂ. ബാക്കി ഞാൻ കൂടുതലും എൻ്റെ വർക്ക്സിനെയാണ് ഇട്ടത്. പക്ഷേ അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായി. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇടയ്ക്ക് ചെയ്ത ഒരു കിഡ്സിൻ്റെ ഡ്രസ്സ് അത് കുറച്ചധികം ക്ലിക്കായിട്ടുണ്ട്. ഇപ്പം കൂടുതലും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിഡ്സിൻ്റെ ഡ്രസ്സാണ്. വെഡ്ഡിങ് വർക്ക് ഉണ്ട്, ഇല്ലാന്നല്ല, അതിനേക്കാളും കൂടുതൽ എനിക്ക് എൻക്വയറീസ് വരുന്നത് കിഡ്സിൻ്റെ ഡ്രസ്സിനാണ്. അപ്പം നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേകം ഒരു ബ്രാൻഡ് കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു.
അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ശശി പറഞ്ഞു ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഈ പറയുന്ന പോലെ ന്യൂ ഇയർ വരെ കാത്തിരിക്കും നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ദിവസം വേണമല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു ബിസിനസ് ലേഡി ആയിട്ട് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു. ഇതിന് മുന്നേ ഒരു അഞ്ജലി ഉണ്ടായിരുന്നു. അതായത് ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഈ പറയുന്ന പോലെ PSC അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബിലേക്ക് തിരിയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അഞ്ജലി ഉണ്ടായിരുന്നു. ഒരു ബിസിനസ്സിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയുണ്ട്. ശരിക്കും ഈ രണ്ട് അഞ്ജലിനെയും അല്ലെങ്കിൽ ആ ഒരു രണ്ട് സെൽഫിനെയും എങ്ങനെയാണ് ചേച്ചി ഇപ്പോൾ നോക്കി കാണുന്നത്? ഇത് ഞാൻ പറയുന്നതിലുപരി പറയാൻ പറ്റിയ ഒരാൾ എൻ്റെ ഹസ്ബൻഡാണ്. കാരണം റീസെൻ്റ്ലി കക്ഷി എന്നോട് കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. കാരണം ഞാൻ ഒരു ബിസിനസ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന അഞ്ജലി എന്ന് പറയുന്നത് ഞാൻ തന്നെ വിചാരിക്കും എനിക്ക് ബുദ്ധിയില്ലായിരുന്നു എന്നൊക്കെ. ആ രീതിയിലൊക്കെ ആയിരുന്നു ഞാൻ ചില നേരങ്ങളിൽ പെരുമാറിയിരുന്നത്. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്, ആവശ്യമില്ലാതെ വല്ലവരും കാര്യങ്ങളൊക്കെ ഇടപെടാൻ. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് ചേച്ചി ഇന്നും ഇന്നലെയുള്ള പരിചയമല്ല, വളരെ കുട്ടിക്കാലം മുതലേ എൻ്റെ കൂടെ പഠിച്ച ഒരാളുടെ സിസ്റ്റർ കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ കാണുമ്പോഴൊക്കെ കുറച്ച് വൈബായിട്ടുള്ള ഒരു ഗേളാണ്, കുറച്ചുകൂടി ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു ഗേളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? കാരണം കാണുന്ന ഒരാൾക്ക് അങ്ങനെയല്ല. അതിലെനിക്ക് വലുതായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ സംസാരങ്ങളിൽ ഞാൻ കുറച്ചിട്ടില്ല, എങ്കിലും കുറച്ചുകൂടി ഞാൻ ആലോചിച്ച് തീരുമാനം എടുക്കാൻ പഠിച്ചു. അതിൽ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചു. നേരത്തെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചിന്തിക്കത്തില്ലായിരുന്നു അത് മറ്റുള്ളവർക്ക് എങ്ങനെ ഹേർട്ടാവുന്ന അങ്ങനെയൊന്നും അധികം ചിന്തിക്കാറില്ലായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന സെയിം ഒരു ചിന്താഗതി തന്നെയായിരുന്നു എനിക്കും. പക്ഷെ ഇപ്പം എനിക്ക് ഒരു 100% ഉറപ്പിച്ച് പറയാൻ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഞാൻ ബാക്കിയുള്ളവരുടെ വിഷമങ്ങളെ പറ്റി ചിന്തിക്കാറുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് മൂലം അവർക്ക് എന്തെങ്കിലും ഹേർട്ടാവുമെന്ന് ചിന്തിക്കാറുണ്ട്. മാക്സിമം ഞാൻ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ കാരണം ഒരാൾക്ക് ഒരു പ്രശ്നം വരരുത്, അല്ലെങ്കിൽ ഒരാള് ബുദ്ധിമുട്ടരുത് എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ ഇടയ്ക്കൊരു സ്റ്റോറി വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു പോയിന്റ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ടും ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ആഫ്രിക്കൻ ഗോത്രവർഗ്ഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഇതാണ് ഉബുണ്ടു എന്ന് പറഞ്ഞിട്ട്. മറ്റേ നമുക്കാകെ ഉണ്ടായിരുന്ന ലിനക്സിൽ മാത്രം അതൊക്കെ കണ്ട അതുപോലെ ഉബുണ്ടു. എനിക്കത് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇത് വായിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സെറ്റ് പറയുന്നത്. കാരണം ആ ഒരു രീതിയെ ഞാനിപ്പോൾ കുറച്ച് ഒബ്സർവ് ചെയ്ത് ആ രീതിയിലൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനും ആ സ്റ്റോറി വായിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു കഥയാണ്. അങ്ങനെയൊക്കെ അത് നമ്മളെല്ലാവരും അത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ കുറേയൊക്കെ സമാധാനം, സന്തോഷം ഉറപ്പായിട്ടും കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഇപ്പം പാസ്റ്റിൽ ഉണ്ടായിരുന്ന അഞ്ജലി, ഫ്യൂച്ചറിൽ ഇപ്പോൾ ഈ പ്രസന്റിൽ നിൽക്കുന്ന അഞ്ജലി, രണ്ടും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞു. അന്നത്തെ ഒരു പെൺകുട്ടി ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് പോകുന്നു, അന്നത്തെ ആ ഒരു പാസ്റ്റിലുണ്ട് അഞ്ജലി ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇത്രയും കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നോ അന്നും? അല്ലെങ്കിൽ അന്നും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഒരു ബിസിനസ്സിലേക്കൊക്കെ പോകണം എന്നുള്ളത്? ഇല്ല, എൻ്റെ യാതൊരു ചിന്തയിൽ ഒരിക്കൽ പോലും വന്നിട്ടുള്ള ഒരു സാധനമല്ല ബിസിനസ്. പിന്നെ ബിസിനസ് ചെയ്താലും ഞാൻ എൻ്റെ മുറിക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന് ഒരു പേജ് ഉണ്ടാക്കി ഒരിക്കലും എൻ്റെ ഫേസ് പുറത്ത് കാണിക്കാതെ അങ്ങനെയൊക്കെ ചെയ്തു പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഈ ഒരു രീതിയിൽ ആൾക്കാരുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അതൊന്നും എൻ്റെ ഒരു ലിസ്റ്റിലേ ഇല്ല, എൻ്റെ ഒരു മൈൻഡിലേ ഇല്ലാത്തൊരു കാര്യങ്ങളാണ്. ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാനിങ്ങനെ ഒരു സ്വപ്നം പോലൊക്കെ എനിക്ക് തോന്നും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന ഞാൻ ഒരിക്കലും വന്ന് ഇവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നില്ല. ശരിക്കും എത്രമാത്രം കോൺഫിഡൻ്റ് ആക്കിയിട്ടുണ്ട്? ഒരുപാട് എനിക്ക് ആൾക്കാരുടെ മുന്നിൽ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നത് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ശേഷമാണ്. അതെനിക്ക് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നറിയില്ല എങ്കിലും, പക്ഷെ ഞാൻ ഒരുപാട് മാറി, പഴയ അഞ്ജലിയിൽ നിന്നും ഒരുപാട് മാറി. അതാണ് നിലവിലത്തെ അഞ്ജലി അല്ലേ? ഏത് സെൽഫാണ് ഇഷ്ടം? ഇപ്പോഴത്തെയാണോ അതോ പാസ്റ്റിൽ ഉണ്ടായിരുന്ന അഞ്ജലിയാണോ? ഇപ്പോഴത്തെയാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എനിക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മാറി, എൻ്റെ ചിന്തകൾ മാറി, എൻ്റെ ജീവിത രീതികൾ മാറി. സ്ട്രഗിൾ ചെയ്യുന്നില്ലെന്നല്ല, അപ്പം ഇതൊക്കെ പറയുമ്പോഴും ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും മോശം അവസ്ഥയിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല സമയത്ത് എനിക്കതിൻ്റെ എക്സ്ട്രീം ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം. ഓക്കെ, ഇപ്പോൾ സ്വന്തമായിട്ട് എയിം ചെയ്ത് തുടങ്ങി ഒരു ബിസിനസ്ഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. ശരിക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വന്തമായിട്ട് എയിം ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവാറില്ലേ? അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടോ? സ്വന്തമായിട്ട് എയിം ചെയ്ത് തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം. ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യായിരുന്നു, അതിന് മുമ്പ് അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഇല്ലായിരുന്ന സമയത്ത്. പക്ഷേ ഇപ്പം
എനിക്കങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരോടും ചോദിക്കാതെ എൻ്റെ കയ്യിൽ നിന്ന്, അത് ഞാൻ ഉണ്ടാക്കിയ പൈസയാണ്, അതുകൊണ്ട് എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ചിലവാക്കാൻ പറ്റുന്നുണ്ട്. അതെന്ന് പറയുന്ന ഒരു വല്ലാത്ത ഫീലാണ്. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത മണി സ്പെൻഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് ആരോടും കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരുന്നില്ല. എനിക്കങ്ങനെ ഒരു ബോധിപ്പിക്കേണ്ട ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എങ്കിലും ഞാനല്ലാതെ ഒരുപാട് പേര് ഇങ്ങനെ ഏൺ ചെയ്യുന്ന ലേഡീസ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ സ്വന്തമായിട്ട് ഏൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരിത് എനിക്കിപ്പോൾ അത് ആ ഫീലിങ്സ് മനസ്സിലാവും. നേരത്തെ എനിക്കത് അറിയത്തില്ല, പക്ഷെ ഇപ്പം എനിക്കത് മനസ്സിലാവും. സ്വന്തമായിട്ട് ചെയ്യുന്നതിലുപരി ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിലൊരു നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് തോന്നും. ഓക്കെ. ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ടായിരിക്കാം, സ്ത്രീകളുണ്ടായിരിക്കാം. അവരോട് എന്താണ് ആസ് എ ഒരു സക്സസ്ഫുൾ ലേഡി എന്നുള്ള നിലയിൽ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങനെ ഒരു സക്സസ്ഫുൾ ലേഡി എന്ന് തന്നെ പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഞാൻ സക്സസ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഫുള്ളി എന്നല്ല, ഒരു പകുതി പോലും സക്സസ് ആയിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാൻ പറയാം, ഞാൻ നല്ല രീതിയിൽ ഒരു വർഷത്തിനുള്ളിൽ ഞാൻ നല്ല രീതിയിൽ സക്സസ് ആവും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്, കോൺഫിഡൻ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് കുറേ മെസ്സേജ് വരാറുണ്ട്, എൻ്റെ വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും ചിന്തിച്ച് വെച്ചിരുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു തോൽവിയാണ് ഞാനെന്നാണ് ഞാൻ ചിന്തിച്ച് വെച്ചത്. സീരിയസ്ലി എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഒരു ഗുണവും ഇല്ലാതെ ഞാനിങ്ങനെ ജീവിച്ചു മരിച്ചു പോകും എന്നായിരുന്നു ഞാൻ ചിന്തിച്ച് വെച്ചിരുന്നത്. പക്ഷേ അങ്ങനല്ല, എനിക്കും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്കും ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ ആവാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് വരുന്ന മെസ്സേജ്, അങ്ങനെ കുറേ മെസ്സേജ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ വരും എന്ന് കരുതി ഇരിക്കരുത്. ചെയ്യാൻ ഇറങ്ങുക. നമ്മൾ എന്തെങ്കിലും ഒരൊറ്റ സ്റ്റെപ്പെങ്കിലും നമ്മൾ വെക്കുക. പിന്നെ എവിടുന്നേലുമൊക്കെ നമുക്ക് സപ്പോർട്ട് വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഓൺലൈൻ ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ ഒരുപാട് ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരും. മേ ബി നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ നമ്മുടെ ഫാമിലിയോ ആരും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലെങ്കിലും പുറത്തുനിന്നുള്ള കുറേ ആൾക്കാർ, സ്ട്രേഞ്ചേഴ്സ് എത്തും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരും. ഇൻ കേസ് നമ്മളൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സ്ട്രേഞ്ചേഴ്സ് സപ്പോർട്ട് ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷേ ഒരു പോയിന്റിൽ ചിലപ്പോൾ എപ്പോഴും നമ്മൾ തുടങ്ങിയ ഉടനെ തന്നെ അത് സക്സസ് ആവണമെന്നോ അല്ലെങ്കിൽ അത് ഒരേ രീതിയിൽ പോകണമെന്നോ ഇല്ല. ചിലപ്പോൾ നമ്മൾ തുടങ്ങി ആദ്യത്തെ കുറേ നാൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ചിലപ്പോൾ ഇത് പൂട്ടിപ്പോകും എന്നൊരവസ്ഥ വരെ വരും. പക്ഷേ നമ്മൾ നിർത്തരുത്. ഒരു പോയിന്റിൽ നമ്മൾ വിട്ടുകൊടുക്കാതെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം അത് നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ 3 കൊല്ലം കൊണ്ട് അറിയാം നമ്മൾ ഗ്രോത്ത് ഉണ്ടാവുമോ, നമ്മളിത് പൂട്ടി മടക്കി കെട്ടി വെക്കുമോ എന്നുള്ളത്. സോ ആ ഒരു 3 കൊല്ലമെങ്കിലും നമ്മൾ എല്ലാം മാക്സിമം സഹിക്കുക, മാക്സിമം വെയിറ്റ് ചെയ്യുക. ഈ 3 കൊല്ലവും നമുക്ക് ഫണ്ട് ഒരുപാട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ റോള് ചെയ്ത് തന്നെ ഇതിനെ ഒരു സ്റ്റേജ് എത്തും. ആ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമുക്കിനി സേവ് ചെയ്യാം ഇന്ന്. അതുവരെ നമ്മൾ ഇതിനെ റോൾ ചെയ്ത് ഏതൊക്കെ പോയിന്റിൽ നമുക്ക് ഇതിനെ വളർത്താൻ പറ്റും, എവിടെയൊക്കെ നമ്മൾ ഫണ്ട് ഇറക്കിയിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ എല്ലായിടവും നമ്മൾ ഫണ്ട് ചിലവാക്കുന്നത് മാത്രമാണ്. പെട്ടെന്ന് നമുക്ക് സേവ് ചെയ്ത് വെക്കാനേ പറ്റത്തില്ല. ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ഒരു സ്റ്റേജ് എത്തുന്നിടം വരെയും നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കണം. ആരെയും നോക്കാതിരിക്കുക. ഇനി നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ഫണ്ടില്ല എന്നാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്കീമുകളുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കുക. ഇത് ചെയ്യുക, ഒന്നും ചെയ്യാതിരിക്കരുത്. ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എവിടെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും. നമ്മൾ ഏതെങ്കിലും പോയിന്റ് രക്ഷപ്പെടും. ഞാൻ എല്ലാ പെണ്ണുങ്ങളോടും പറയാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഡിവോഴ്സ് കേസ് കുറേ കൂടുതലായിട്ട് വരും. എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ പേര് ഡിവോഴ്സ് ചെയ്തവരെ എനിക്കറിയാം. അപ്പോൾ അത് കുഞ്ഞുങ്ങളായ ശേഷം ഡിവോഴ്സ് ആയവർ. അപ്പോൾ അവർക്കൊരു ജോലി കൂടെ ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ആ കുഞ്ഞിനെ നോക്കുക, അങ്ങനെ അവർ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം വരാറുണ്ട്. കാരണം അവരെന്തെങ്കിലും ഒന്ന് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ എല്ലാവരും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും നമ്മൾ ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പിറകെ തന്നെ പോവുക. ഓക്കെ, ഒരു പോയിന്റിൽ രക്ഷപ്പെടും. ഇനി ലാസ്റ്റിൽ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ കേട്ടോ, ഈ ലയാറ എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ് എന്താണ്? അതാണ് നമ്മുടെ ബൊട്ടിക്കിന് കൊടുത്തിട്ടുള്ള ഒരു പേര്. ശരിക്കും എന്താണ് ആ ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലയാറയുടെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ലൈറ്റ്, എൻ്റെ പ്രകാശം. ഞാൻ
ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രകാശമാണല്ലോ എൻ്റെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. കുറെ തപ്പി കണ്ടുപിടിച്ച് വരാ, എനിക്കറിയില്ല എന്താവുമെന്ന്. പക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു, എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തു. രക്ഷപ്പെടുമെന്ന് എനിക്ക് രക്ഷപ്പെടുമെന്ന് വേറെ ആരും പറയൂലെന്ന് എനിക്ക് ഞാൻ തന്നെ പറയണം. എൻ്റെ ബ്രാൻഡ് രക്ഷപ്പെടുമെന്ന് ഞാനല്ലേ പറയാനുള്ളൂ. നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ വേറെ ആരാ വിശ്വസിക്കുക? അതാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ആഗ്രഹങ്ങളും ആ ഒരു ലക്ഷ്യങ്ങളും ഒക്കെ മുന്നോട്ടേക്ക് പോകട്ടെ, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. വളരെ കുറേ നാളുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്, ഒന്ന് എത്തുമോ ഇങ്ങോട്ടെന്ന് കഴിഞ്ഞ് 1-2 മാസമായിട്ട് എന്നോട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ്ലി എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഈ പറഞ്ഞതുപോലെ തന്നെ എവിടെയും ഏതൊരു തുടക്കത്തിലും ഈ പറയുന്ന പോലെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒന്ന് നിന്ന് വരണമല്ലോ ഈ പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോട്ടെ, സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോട്ടെ. ആ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഡ്രീംസും ഒക്കെ നടക്കട്ടെ എന്ന് കൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.